ഇന്ത്യയുടെ ചരിത്രത്തിൽ ദീർഘകാലം ഭരണം നടത്തിയ സാമ്രാജ്യമാണ് ചോള സാമ്രാജ്യം. ചോള സാമ്രാജ്യത്തെ ചോഴ സാമ്രാജ്യമെന്നും ചോല സാമ്രാജ്യമെന്നും പറയപ്പെടുന്നുണ്ട്. 9-ാം നൂറ്റാണ്ട് മുതൽ 13-ാം നൂറ്റാണ്ട് വരെ ദക്ഷിണേന്ത്യ ഭരിച്ച ഈ ചോള രാജവംശം തമിഴ് സംസ്കാരത്തിനും ഇന്ത്യൻ ചരിത്രത്തിനും ഗണ്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി ഒരു ഏകീകൃത ഭരണ സംവിധാനം നടപ്പിലാക്കിയത് ചോളന്മാരായിരുന്നു. ഇവർ തുംഗഭദ്രയുടെ തെക്കുഭാഗത്തുള്ള പ്രദേശങ്ങളെല്ലാം ഒരുമിപ്പിച്ച് 2 നൂറ്റാണ്ടിൽ കൂടുതൽ കാലം ഭരണം നടത്തിയിരുന്നു. AD 9-ാം നൂറ്റാണ്ടിൽ വിജയാലയ ചോളൻ തഞ്ചാവൂർ കീഴടക്കിയതോടെയാണ് മധ്യകാല ചോള സാമ്രാജ്യം ശക്തി പ്രാപിക്കുന്നത്. കാവേരി ആറിൻ്റെ വളക്കൂറുള്ള നദീതടങ്ങളിൽ നിന്നാണ് ഈ സാമ്രാജ്യത്തിൻ്റെ തുടക്കം. മൗര്യ രാജാവായ അശോകന്റെ ശാസനങ്ങളിൽ ചോള രാജവംശത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ആദ്യകാല ചോള രാജാക്കന്മാരിൽ ഏറ്റവും പ്രശസ്തൻ കരികാല ചോളനാണ്. മധ്യകാല ചോള സാമ്രാജ്യത്തിലെ പ്രശസ്തരായിരുന്നു രാജരാജ ചോളൻ ഒന്നാമനും അദ്ദേഹത്തിൻ്റെ മകനായ രാജേന്ദ്ര ചോളൻ ഒന്നാമനും. ഇവരുടെ ഭരണകാലത്ത് ചോള സാമ്രാജ്യം തെക്കേ ഏഷ്യയിലെയും തെക്ക് കിഴക്കേ ഏഷ്യയിലെയും ഒരു സൈനിക, സാമ്പത്തിക, സാംസ്കാരിക ശക്തിയായിരുന്നു. ഇന്നത്തെ ഇന്ത്യ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, മ്യാൻമാർ, തായ്ലൻഡ്, മലേഷ്യ, കംബോഡിയ, ഇന്തോനേഷ്യ, വിയറ്റ്നാം, സിംഗപ്പൂർ, മാലദ്വീപ് ഇവയെല്ലാം ഈ സാമ്രാജ്യത്തിൻ്റെ ഭാഗങ്ങളായിരുന്നു. ഇതിൽ നിന്നും ചോള സാമ്രാജ്യത്തിൻ്റെ ശക്തിയെക്കുറിച്ചും വിസ്തൃതിയെക്കുറിച്ചും നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യകാല ചോളരുടെ ചരിത്രത്തെക്കുറിച്ച് വളരെ കുറച്ച് രേഖകളെ കിട്ടിയിട്ടുള്ളൂ. പുരാതന സംഘസാഹിത്യത്തിലും പരമ്പരാഗതമായ വാമൊഴി, മതഗ്രന്ഥങ്ങൾ, ക്ഷേത്രരേഖകൾ എന്നിവയിൽ നിന്നൊക്കെയാണ് ചരിത്രകാരന്മാർക്ക് ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളത്. ഇവയിൽ പ്രധാനം സംഘകാലത്തെ തമിഴ് സാഹിത്യമാണ്. ചോളരുടെ ചരിത്രത്തെ 4 കാലഘട്ടങ്ങളായി തിരിച്ചിട്ടുണ്ട്. സംഘസാഹിത്യകാലത്തെ ആദ്യകാല ചോള രാജവംശം, ആദ്യകാല ചോളരുടെ പതനത്തിനും മധ്യകാല ചോളരുടെ ഉദയത്തിനും ഇടയ്ക്കുള്ള ഇടക്കാല ചോള രാജവംശം, വിജയാലയ ചോളൻ്റെ മധ്യകാല ചോള രാജവംശം, കുലോത്തുംഗ ചോളൻ ഒന്നാമൻ മുതൽ 11-ാം നൂറ്റാണ്ടിൻ്റെ 3-ാം പാദം വരെ ഉണ്ടായിരുന്ന പിൽക്കാല ചോള രാജവംശം. ചേരരെയും പാണ്ഡ്യരെയും പോലെ പുരാതനമായ പാരമ്പര്യമുള്ള ഒരു ഭരണകുടുംബത്തിൻ്റെയോ ഗോത്രത്തിൻ്റെയോ പേരാണ് ചോളർ എന്നതാണ് ചോള രാജവംശം എന്ന പേരുണ്ടായതിനെക്കുറിച്ചുള്ള അഭിപ്രായം. കാഞ്ചീപുരത്തെ പല്ലവന്മാരുടെ സാമന്തരായിരുന്ന മുത്തരായർ എന്ന പ്രഭു കുടുംബത്തിനായിരുന്നു കാവേരി തടത്തിൻ്റെ അധികാരം. എന്നാൽ 9-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ വിജയാലയൻ കാവേരി തടം മുത്തരായരിൽ നിന്ന് പിടിച്ചെടുത്തു. ക്രിസ്തുവർഷം 850 അടുപ്പിച്ച് പാണ്ഡ്യരും പല്ലവരും തമ്മിലുണ്ടായ ഒരു സംഘട്ടനം മുതലെടുത്തുകൊണ്ട് വിജയാലയൻ തഞ്ചാവൂർ കീഴടക്കി. അങ്ങനെ മധ്യകാല ചോളരുടെ രാജവംശം സ്ഥാപിച്ചു. മധ്യകാലത്താണ് ചോള സാമ്രാജ്യം തങ്ങളുടെ സ്വാധീനത്തിൻ്റെയും ശക്തിയുടെയും ഉന്നതിയിലെത്തിയത്. തങ്ങളുടെ നേതൃത്വപാഠവും ദീർഘവീക്ഷണവും കൊണ്ട് ചോള രാജാക്കന്മാർ മധുരയിലെ പാണ്ഡ്യരെ പരാജയപ്പെടുത്തുകയും കന്നഡ രാജ്യത്തിൻ്റെ വലിയ ഭാഗം കീഴടക്കുകയും ചെയ്തു. പല്ലവന്മാരുടെ അന്ത്യം കുറിച്ചത് ചോള രാജാവായ ആദിത്യൻ ഒന്നാമനാണ്. അദ്ദേഹത്തിൻ്റെ മകനായ പരാന്തകൻ ഒന്നാമൻ ക്രിസ്തുവർഷം 925 ശ്രീലങ്ക കീഴടക്കി. പരാന്തക ചോളൻ രണ്ടാമൻ എന്നറിയപ്പെടുന്ന സുന്ദര ചോളൻ രാഷ്ട്രകൂടരെ തോൽപ്പിച്ച് അവരുടെ ഭൂപ്രദേശങ്ങൾ ചോള സാമ്രാജ്യത്തോട് ചേർത്തു. രാജരാജ ചോളൻ ഒന്നാമനും രാജേന്ദ്ര ചോളൻ ഒന്നാമനും ചോള രാജ്യം തമിഴ് രാജ്യത്തിൻ്റെ പരമ്പരാഗത അതിരുകൾക്കപ്പുറത്തേക്ക് വ്യാപിപ്പിച്ചു. തെക്ക് ശ്രീലങ്ക മുതൽ വടക്ക് ഗോദാവരി, കൃഷ്ണാതടം, ഫട്കലിലെ കൊങ്കൺ തീരം, മലബാർ തീരം, ലക്ഷദ്വീപ്, മാലിദ്വീപ്, ചേരരുടെ രാജ്യത്തിൻ്റെ വലിയൊരു ഭൂപ്രദേശം ഇവയെല്ലാം ചോള സാമ്രാജ്യത്തിൻ്റെ ഭാഗങ്ങളായിരുന്നു. ചോള രാജാവായ രാജേന്ദ്ര ചോളൻ്റെ ഭൂപ്രദേശത്തിൽ ഗംഗ, ഹൂഗ്ലി, ദാമോദർ നദീതടം, ബർമ്മ, തായ്ലൻഡ്, ഇൻഡോ ചൈന, ലാവോസ്, കംബോഡിയ, മലയ ഉപദ്വീപ്, ഇന്തോനേഷ്യ എന്നിവയുടെ വലിയ ഭാഗങ്ങളും ഉൾപ്പെട്ടിരുന്നു. ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് ഗംഗാനദി വരെയുള്ള രാജ്യങ്ങൾ ചോളരുടെ സാമന്തരായിരുന്നു. ചോളർ മലേഷ്യൻ ദ്വീപ് സമൂഹത്തിലെ ശ്രീവിജയം അവരുടെ അധീനതയിലാക്കി. 1118 മുതൽ 1126 വരെയുള്ള യുദ്ധങ്ങളിൽ ചാലൂക്യർ വെങ്ങി ഭൂപ്രദേശങ്ങൾ കീഴടക്കിയെങ്കിലും
മറ്റുള്ള യുദ്ധങ്ങളിലെല്ലാം ചോള രാജാക്കന്മാർ അവരെ പരാജയപ്പെടുത്തുകയും നികുതി ചുമത്തി സാമന്തരാക്കുകയും ചെയ്തു. കുലോത്തുംഗ ചോളൻ മൂന്നാമൻ്റെ ഭരണകാലത്ത് ചോളർ ചോള രാജാവിൻ്റെ മരുമകനായ വീരബല്ലാല രണ്ടാമൻ്റെ കീഴിലുള്ള ഹൊയ്സാലരെ സഹായിക്കുക വഴി ചാലൂക്യരുടെ നാശത്തിന് സഹായിച്ചു. ചോളർ ക്രിസ്തുവർഷം 1215 വരെ ഒരു ശക്തിയായി തുടർന്നു. കുലോത്തുംഗ ചോളൻ ഒന്നാമൻ ഭരണം ഏൽക്കുന്നതോടെയാണ് പിൽക്കാല ചോള രാജവംശത്തിൻ്റെ തുടക്കം. കുലോത്തുംഗ ചോളൻ ഒന്നാമൻ, അദ്ദേഹത്തിൻ്റെ മകനായ വിക്രമചോളൻ, പിന്തുടർച്ചക്കാരായിരുന്ന രാജരാജ ചോളൻ രണ്ടാമൻ, രാജാതിരാജ ചോളൻ മൂന്നാമൻ, കുലോത്തുംഗ ചോളൻ മൂന്നാമൻ എന്നിവരായിരുന്നു പിൽക്കാല ചോള രാജവംശത്തിലെ ശക്തരായ ഭരണാധികാരികൾ. കുലോത്തുംഗ ചോളൻ മൂന്നാമൻ്റെ ഭരണം ക്രിസ്തുവർഷം 1215 വരെ സുദൃഢവും സമ്പൽ സമൃദ്ധവുമായിരുന്നുവെങ്കിലും ഇദ്ദേഹത്തിൻ്റെ കാലം മുതലാണ് ചോളശക്തിയുടെ പതനവും ആരംഭിക്കുന്നത്. മാരവർമ്മൻ സുന്ദരപാണ്ഡ്യൻ രണ്ടാമൻ ക്രിസ്തുവർഷം 1215-16 അദ്ദേഹത്തെ പരാജയപ്പെടുത്തി. അതോടെ ചോളർക്ക് ലങ്കൻ ദ്വീപിൻ്റെ നിയന്ത്രണം നഷ്ടമായി. ക്രിസ്തുവർഷം 1118 ചോളരിൽ നിന്നും വെങ്ങി പടിഞ്ഞാറൻ ചാലൂക്യരും തെക്കൻ മൈസൂർ ജില്ലകൾ ഹൊയ്സാലരും പിടിച്ചടക്കിയിരുന്നു. എന്നാൽ വിക്രമചോളൻ അധികാരത്തിൽ വന്നതിനു ശേഷം ചാലൂക്യ സോമേശ്വരൻ മൂന്നാമനെ പരാജയപ്പെടുത്തി വെങ്ങി പ്രവിശ്യയും ഹൊയ്സാലരെ പരാജയപ്പെടുത്തി തെക്കൻ മൈസൂർ ജില്ലകളും തിരിച്ചുപിടിച്ചു. കുലോത്തുംഗ ചോളൻ മൂന്നാമൻ മധുര, കാരൂർ, ശ്രീലങ്ക, വെങ്ങി എന്നിവയുടെ നിയന്ത്രണം തൻ്റെ അധീനതയിലാക്കി. ആദ്യം ചാലൂക്യർക്കെതിരായും പിന്നീട് കലചൂരികൾക്കെതിരായും ഹൊയ്സാല രാജാവായ വീരബല്ലാല രണ്ടാമനെ സഹായിച്ചതുകൊണ്ട് കുലോത്തുംഗ ചോളൻ മൂന്നാമൻ ഹൊയ്സാല പുരവരതീശ്വരൻ എന്ന പട്ടം തൻ്റെ ലിഖിതങ്ങളിൽ ഉപയോഗിച്ചു. രാജ ചോളൻ മൂന്നാമൻ്റെയും അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായ രാജേന്ദ്ര ചോളൻ മൂന്നാമൻ്റെയും ഭരണത്തിൽ ചോളർ വളരെ ദുർബലരായിരുന്നു. അതുകൊണ്ട് ഇവർക്ക് തുടർച്ചയായി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നു. 12-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ഹൊയ്സാലർ ശക്തരായി. കന്നഡ രാജ്യത്ത് ശക്തി ക്ഷയിച്ചു വന്ന ചാലൂക്യരെ പിന്തള്ളി ഹൊയ്സാലർ പ്രബലരായി. പാണ്ഡ്യർ തെക്ക് വൻ ശക്തിയായി ഉയർന്നു. അതോടെ ഇവർ ഹൊയ്സാലരെ പുറത്താക്കി. മാരവർമ്മൻ സുന്ദരപാണ്ഡ്യൻ രണ്ടാമൻ്റെയും പിന്നീട് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായ ജാതവർമ്മൻ സുന്ദരപാണ്ഡ്യൻ്റെയും കീഴിൽ പാണ്ഡ്യർ ആദ്യം ശ്രീലങ്ക, ചേരരാജ്യം, തെലുങ്ക് രാജ്യം എന്നിവിടങ്ങളിലെ പ്രദേശങ്ങളുടെയും തമിഴ് രാജ്യത്തിൻ്റെയും നിയന്ത്രണം പടിപടിയായി കൈക്കലാക്കി. ക്രിസ്തുവർഷം 1215 തമിഴ് രാജ്യത്ത് ഒരു പ്രബല ശക്തിയായി പാണ്ഡ്യർ ഉയർന്നു. പാണ്ഡ്യരെ പ്രതിരോധിക്കാൻ രാജേന്ദ്രൻ മൂന്നാമൻ കടവ പല്ലവരുമായും ഹൊയ്സാലരുമായും കൂട്ടുചേർന്നു. മധുര, രാമേശ്വരം, ശ്രീലങ്ക, ചേരനാട്, കന്യാകുമാരി എന്നീ പ്രദേശങ്ങൾ പാണ്ഡ്യർ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കി. ദിണ്ടിഗൽ, തിരുച്ചി, കാരൂർ, സത്യമംഗലത്തിനും കാവേരി തടത്തിനും ഇടയ്ക്കുള്ള പ്രദേശങ്ങളിൽ തങ്ങളുടെ നിയന്ത്രണം വർദ്ധിപ്പിച്ചു. പാണ്ഡ്യർ ക്രിസ്തുവർഷം 1250 ആർക്കോട്ട്, തിരുമലൈ, നെല്ലോർ, വിജയവാഡ, വെങ്ങി, കലിംഗം പ്രദേശങ്ങളും തങ്ങളുടെ നിയന്ത്രണത്തിലാക്കി. പാണ്ഡ്യർ ചോളരെയും ഹൊയ്സാലരെയും യുദ്ധങ്ങളിൽ പരാജയപ്പെടുത്തിക്കൊണ്ടിരുന്നു. രാജേന്ദ്ര ചോളൻ ഭരണത്തിന് ശേഷം പാണ്ഡ്യ സാമ്രാജ്യം ഉന്നതിയിലെത്തി. രാജേന്ദ്ര ചോളൻ മൂന്നാമനെക്കുറിച്ചുള്ള അവസാന വിവരങ്ങൾ ക്രിസ്തുവർഷം 1279 രാജേന്ദ്ര ചോളനു പിന്നാലെ മറ്റൊരു ചോള രാജാവ് വന്നതായി തെളിവുകളില്ല. 1279 പാണ്ഡ്യർ ഹൊയ്സാലരെ കണ്ണനൂർ കുപ്പത്തിൽ നിന്നും തുരത്തി. ഇതേ യുദ്ധത്തിൽ തന്നെയാണ് പാണ്ഡ്യർ അവസാന ചോള രാജാവായ രാജേന്ദ്രൻ മൂന്നാമനെയും തോൽപ്പിച്ചതും. 13-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ പാണ്ഡ്യ സാമ്രാജ്യത്താൽ ചോള സാമ്രാജ്യം അസ്തമിച്ചു.